Hi everyone, it's me Rafika City. Welcome to Learn to Study. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ ബികോം BBAൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിക്സ്ത് സെമസ്റ്ററിൽ ഇനി നമുക്കൊരു പ്രൊജക്റ്റ് കൂടെ ചെയ്യാനായിട്ടുണ്ട്. അത് BCOMനാണെങ്കിലും BBAക്കാണെങ്കിലും പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് പ്രൊജക്റ്റ് വൈവ ആൻഡ് വോസി. മെയിനായിട്ട് 4 സബ്ജക്റ്റുകളാണ് വരിക. 4 സബ്ജക്റ്റും പ്ലസ് ഒരു പ്രൊജക്റ്റ് വൈവിയാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യണം. ദെൻ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻറ്റേർണൽ മാർക്കൊക്കെ ടീച്ചേഴ്സ് ഇടും. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് വൈവയാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക് റിലേറ്റഡ് ആണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഇനി BBAക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ 5th സെമസ്റ്ററിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനാണ് ആക്ച്വലി ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. കാരണം ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ റിസർച്ച് എന്താണ്, റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, ആ ഡാറ്റ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ കോഡ് ചെയ്യുക, അതെങ്ങനെ അനലൈസ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഗ്രാഫിക്കലായിട്ട് നമുക്കത് എങ്ങനെ കാണിക്കാം, എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ടൂൾസാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തിയറി ആയിട്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു റിസർച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രൊജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5th സെമസ്റ്ററിൽ ബിസിനസ് റിസർച്ച് പഠിച്ച് നമ്മൾ എക്സാമൊക്കെ എഴുതി. പക്ഷേ ആ സബ്ജക്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. കാരണം നമുക്ക് 6th സെമസ്റ്ററിൽ വൈവക്ക് ഒരു 90% നമുക്ക് ബിസിനസ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ചിൻ്റെ മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം ഇതിൽ വരും, വൈവക്ക് ചോദിക്കും. അപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്താണ് ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ട്, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ടൈപ്സ് ഓഫ് ഡാറ്റ, സാമ്പിളിങ്, ഡാറ്റ അനലൈസിസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ദെൻ ഹൗ ടു പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ, എങ്ങനെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം, ദെൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിൽ വരുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അതിൽ ചോദിക്കും. ഇനി നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാം. ഒന്നൊരു ജനറൽ ടോപ്പിക് എടുത്തിട്ടും രണ്ടാമത്തേത് ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് ആയിട്ടും. ഓക്കെ, അപ്പോൾ ജനറൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എ ജനറൽ ടോപ്പിക്. നമ്മളൊരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ജനറൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ടുവേർഡ്സ് ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ്, അതൊരു ജനറലായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ജനറൽ പ്രൊജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ കമ്പനീൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കമ്പനി പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഗൈഡ് ആരാണോ ആ ഗൈഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയാവും, കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് സ്പെസിഫിക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് പ്രൊജക്റ്റ് ബേസ്ഡ് ഓൺ സ്പെഷ്യൽ ടോപ്പിക് വിത്ത് ദി റെഫറൻസ് ഓഫ് എ കമ്പനി ഓർ ഫേം. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ റെഫറൻസിൽ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ റെഫറൻസിൽ നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്പെസിഫിക് പ്രൊജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് എഫക്റ്റീവ്നെസ് ഓഫ് എംപ്ലോയീസ് ഓഫ് എ കമ്പനി. ഒരു പെർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് എഫക്റ്റീവ്നെസ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫേമാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഫേമിലുള്ള എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഫേമിലുള്ള വർക്കേഴ്സിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്പെസിഫിക് പ്രൊജക്റ്റിൽ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഏത് കമ്പനിയിലാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയിൽ അവിടുത്തെ പേഴ്സണൽ മാനേജർ സർട്ടിഫൈ ചെയ്യണം. അതായത് ഇന്ന പേഴ്സൺ, ഇന്ന സ്റ്റുഡൻറ്റ്
ഞങ്ങളുടെ സ്ഥാപനത്തിൽ കമ്പനിയിൽ ഇത്ര കാലം, അതായത് നമുക്ക് 3 വീക്സ് പ്രൊജക്റ്റാണ് വരുന്നത്. അപ്പം 3 ആഴ്ച ഈ കമ്പനിയിൽ ഇന്ന ടോപ്പിക്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ജനറൽ പ്രൊജക്റ്റും സ്പെസിഫിക് പ്രൊജക്റ്റ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട്, പക്ഷേ ആ ടോപ്പിക്ക് ഒന്നെങ്കിൽ HR റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കണം. അതായത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിരിക്കണം. ഇനി സ്പെസിഫിക് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ കുറച്ച് റൂൾസ് ആണ് പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ള റൂളാണ്. BComനും BBAക്കും കോമൺ ആയിട്ട് വരുന്ന റൂളാണ് റൂൾസിൽ പറയുന്നത്. ഒന്നാമത്തെ റൂള് നോക്കി നോക്കൂ. ദി പ്രൊജക്റ്റ് ക്യാൻ ബി ഡൺ ഇൻഡിവിജ്വലി ആൻഡ് ഗ്രൂപ്പ് ഓഫ് 3 സ്റ്റുഡൻസ്. അപ്പോൾ പ്രൊജക്റ്റ് നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം? ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ആയിട്ടും ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിട്ടും ചെയ്യാം. ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളും ഓരോ സെപ്പറേറ്റ് ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് 3 കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, മാക്സിമം 3 സ്റ്റുഡൻസ് ആണ് പറയുന്നത്. ഇത് BComമാരുടെ സിലബസിലാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം 3 സ്റ്റുഡൻസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് എന്ത് ചെയ്യാം? ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പക്ഷെ അത് നിങ്ങളുടെ കോളേജിലെ ഗൈഡുമാർക്ക് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഗൈഡ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രൊജക്റ്റ് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാം, അല്ല ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു റൂള് പറയുന്നത്. ദെൻ സെക്കൻഡ് റൂള് വന്നിട്ടുള്ളത് ദാറ്റ് ഈസ് ദി റിപ്പോർട്ട് ഷാൾ ബി ടൈപ്ഡ് ഓർ പ്രിന്റഡ്. അതായത് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടൈപ്പ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് അത് സ്പൈറൽ ബൗണ്ട് ആണ് ചെയ്യേണ്ടത്. സ്പൈറൽ ബൈൻഡ് ചെയ്യണം വിത്ത് നോട്ട് ലെസ് ദാൻ 30 പേജസ് ആണ്. ഓക്കെ, നമുക്ക് നോട്ട് ലെസ് ദാൻ 30 പേജസ് ആണ്. അത് BComനും BBAക്കും ഡിഫറൻസ് വരുന്നുണ്ട്. BComന് നോട്ട് ലെസ് ദാൻ 30, BBAക്ക് 20 to 25 ആണ് പറയുന്നത്. അതായത് നോട്ട് ലെസ് ദാൻ 25 ആണ് പറയുന്നത്. അപ്പോൾ 25 പേജ് എന്തായാലും വേണം BBAൻ്റെ കേസിൽ. BComൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 30 പേജ് നിർബന്ധമായിട്ടും വേണം. അപ്പം നമുക്ക് മിനിമം 30 പേജെങ്കിലും വേണം എന്നർത്ഥം. ഓക്കെ, അത് A4 സൈസിലായിരിക്കണം ആ പേജസ് എന്ന് പറയുന്നുണ്ട്. അപ്പം റിപ്പോർട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് എടുക്കണം. അത് സ്പൈറൽ ബൈൻഡ് ആയിരിക്കണം, A4 സൈസിലായിരിക്കണം, പിന്നെ 30 പേജ് മിനിമം വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൂള് പറയുന്നത് എന്താണ്? ദി കാൻഡിഡേറ്റ് ഷോൾ പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 2 കോപ്പീസ് ഓഫ് ദി റിപ്പോർട്ട്. കാൻഡിഡേറ്റ്സ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ 2 കോപ്പി പ്രിപ്പയർ ചെയ്യണം. ഒരു കോപ്പി നിങ്ങൾ നിങ്ങളുടെ ഹെഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കോപ്പി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കണം. ദെൻ നെക്സ്റ്റ് റൂള് പറയുന്നത് എന്താണ്? ദി ഡ്യൂറേഷൻ ഫോർ പ്രൊജക്റ്റ് വർക്ക് ഈസ് 3 വീക്സ്. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ആഴ്ചയാണ്, 21 ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള റൂൾസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി റിപ്പോർട്ടാണ്. കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ റിട്ടൺ റിപ്പോർട്ടാണ് തയ്യാറാക്കുക. അപ്പോൾ ആ റിപ്പോർട്ട് പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വെക്കേണ്ടത് ടൈറ്റിൽ പേജാണ്. ഈ ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊരു കമ്പനീനെ ബേസ് ചെയ്തിട്ടാണല്ലോ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുക? എ സ്റ്റഡി ഓൺ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു. ഇപ്പോൾ VKC കമ്പനി ആണെന്നുണ്ടെങ്കിൽ VKC കമ്പനി. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, ഏത് കമ്പനി ആവാം, നിങ്ങൾ ഏത് കമ്പനിയിലാണോ ചെയ്യുന്നത്, ഏത് ഫേമിലാണോ ചെയ്യുന്നത് ആ ഫേം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ദെൻ ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ എന്ത് കാണിക്കണം? ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. BBA ആണെന്നുണ്ടെങ്കിൽ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BCom ആണെന്നുണ്ടെങ്കിൽ ബാച്ചലർ ഓഫ് കൊമേഴ്സ്, സബ്മിറ്റഡ് ടു ദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ആരാണ്? നിങ്ങളുടെ ഗൈഡ്. ആ ഗൈഡിൻ്റെ പേര്, സബ്മിറ്റഡ് ബൈ നിങ്ങളുടെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ. ഇപ്പോൾ 2020 അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ 2020 to 23 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക. ഈ ടൈറ്റിൽ പേജ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡിക്ലറേഷൻ ബൈ ദി സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡിക്ലറേഷൻ. ദെൻ നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഗൈഡ്. ഗൈഡ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് ഗൈഡ് ഇങ്ങനെ പറയും, ഇന്ന പേഴ്സൺ ഇൻ്റെ അണ്ടറിലാണ് പ്രൊജക്റ്റ് വർക്ക് ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ദ നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഓർഗനൈസേഷൻ ഫോർ ഹാവിംഗ് ഡൺ ദി പ്രൊജക്റ്റ് വർക്ക്.
അതായത് നിങ്ങൾ ഒരു കമ്പനിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഓർഗനൈസേഷൻ. കമ്പനിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫ്രം ഗൈഡ് മാത്രം മതി, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഓർഗനൈസേഷൻ വേണം. ദെൻ അതിന് ശേഷം അക്നോളജ്മെന്റ് വെക്കണം. അതിനുശേഷം കണ്ടന്റ് ഉള്ളടക്കം. ഇപ്പോൾ കണ്ടന്റ് ചാപ്റ്റർ 1 ഇന്നത്, ചാപ്റ്റർ 2 അത് നമ്മൾ സീരിയൽ നമ്പർ, ചാപ്റ്റേഴ്സ്, പേജ് നമ്പർ. അപ്പോൾ സീരിയൽ നമ്പർ 1 ചാപ്റ്റർ 1 ആണ്, അത് ഇൻട്രൊഡക്ഷൻ. ദെൻ പേജ് നമ്പർ 1 to എത്ര പേജ് ആണോ അത് കാണിക്കുക. അങ്ങനെ കാണിക്കണതാണ് കണ്ടൻസ്. ദെൻ ലിസ്റ്റ് ഓഫ് ടേബിൾ, നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് എത്ര ടേബിൾസ് ആണോ വന്നിട്ടുള്ളത് ആ ടേബിളിൻ്റെ ലിസ്റ്റ്. അതായത് ആ ടേബിളിന് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും, ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് ഗ്രാഫ്സ് ആണ്. എത്ര ഗ്രാഫാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടൈറ്റിൽ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത്രയാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമ്മൾ വെക്കേണ്ടത് ടൈറ്റിൽ പേജ്, അതിനുശേഷം ഡിക്ലറേഷൻ, അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഫ്രം ഗൈഡ്, അതിനുശേഷം ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ദെൻ അക്നോളജ്മെൻറ്റ്, ദെൻ കണ്ടന്റ് പേജ്, ദെൻ ലിസ്റ്റ് ഓഫ് ടേബിളിൻ്റെ ഒരു പേജ്, ലിസ്റ്റ് ഓഫ് ഗ്രാഫിൻ്റെ ഒരു പേജ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ കാണിക്കണം, നമ്മളുടെ ബോഡിയാണ്. അപ്പം ഇത്രയും വരുന്ന ഭാഗത്തിന് ഇപ്പം നിങ്ങൾ റിസർച്ചിൽ പഠിച്ചിട്ടുണ്ടാവും, ഇതാണ് പ്രിലിമിനറി സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും വരുന്ന ഭാഗമാണ് പ്രിലിമിനറി സെക്ഷൻ. ദെൻ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബോഡി പാർട്ട്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി സെക്ഷൻ ഇതൊക്കെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് റിസർച്ചിൽ BRM ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ബോഡി പാർട്ടിൽ എന്താണ് വരുന്നത്, ബോഡിയിൽ വരുന്നത് എന്താണ്, കണ്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, BComനും BBAക്കും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ചാപ്റ്റർ 1 ഇൻട്രഡക്ഷൻ ടു ദി സ്റ്റഡി ആണ്. നമ്മളുടെ റിസർച്ച് ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. ആ ഇൻട്രഡക്ഷൻ ടു ദി സ്റ്റഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രൊജക്റ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് മുമ്പ് ആരെങ്കിലും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റഡീൻ്റെ ഒരു കൺക്ലൂഷൻ, അതിൻ്റെ റിസൾട്ടാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ. അപ്പോൾ ഏത് വർഷത്തിൽ ആരാണ് ഈ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തത്, എന്തായിരുന്നു അവരുടെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അത് കാണിക്കുന്നതാണ് ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചാപ്റ്റർ 3 തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ തിയറി കാണിക്കുന്നതാണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്. അതായത് എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ജോബ് സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ തിയറീസ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 4 ഡാറ്റ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഡാറ്റ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ ക്വസ്റ്റ്യർ വെച്ച് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അത് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അതായത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ വരക്കും, അതേപോലെ തന്നെ ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരക്കും, ദെൻ അതിന് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷനും കൊടുക്കും. അതാണ് ചാപ്റ്റർ 4 കാണിക്കുക. ദെൻ ചാപ്റ്റർ 5 ഫൈൻഡിങ്സും സജഷൻസും കൺക്ലൂഷനാണ് വരുന്നത്. ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ നിന്ന്, അതായത് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലഭിച്ചിട്ടുള്ള ഫൈൻഡിങ്സ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്, അതാണ് ഫൈൻഡിങ്സ്. എന്തൊക്കെ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇനി ആ കണ്ടെത്തിയിട്ടുള്ള പ്രോബ്ലംസിന് നമ്മൾ എന്തൊക്കെ സജഷൻസ് ആണ് കൊടുക്കുന്നത്, അതായത് നമ്മളുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അതാണ് സജഷനിൽ വരുന്നത്. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ റിസർച്ച്, അതായത് ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപം, അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത്രയാണ് നമ്മളുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1, 2, 3, 4, 5. ദെൻ അതിന് ശേഷം നമ്മൾ കാണിക്കേണ്ടത് ബിബ്ലിയോഗ്രഫിയാണ്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് ഇപ്പോൾ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കും ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടിയത്, ബുക്സ് നിന്നാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ്, നെറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇൻ്റർനെറ്റ് എങ്ങനെയാണ്, ഗൂഗിളിൽ നിന്ന് എങ്ങനെയാണ് കിട്ടിയ ആ സോഴ്സ്, അതിൻ്റെ ലിങ്ക്, അതൊക്കെ കാണിക്കുന്നതാണ് ബിബ്ലിയോഗ്രഫി. അതിന് അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഇതിൽ കാണിക്കണം. നമ്മളെ റിപ്പോർട്ടിൽ നിന്ന് ഏത് പേജിലാണോ നമ്മൾ എടുത്തത് അത് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുക. ക്വസ്റ്റ്യർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യർ നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഇനി ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ആ ഷെഡ്യൂൾ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുക. അതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൻഡിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ കണ്ടന്റ് പേജ് ഉണ്ടാക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഈ കണ്ടൻസ് എന്ന് പറഞ്ഞ ഈ ഒരു
പേജ് ഉണ്ടല്ലോ, ആ പേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ സീരിയൽ നമ്പർ, ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ ഒന്ന് കൊടുക്കുക. സീരിയൽ നമ്പർ 1, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി. ഇവിടെ നമ്മൾ പേജ് നമ്പർ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി 1 to 10 പേജസ് ആണെന്നുണ്ടെങ്കിൽ 1 to 10. ദെൻ ചാപ്റ്റർ സീരിയൽ നമ്പർ 2, ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ 11 to 13. ദെൻ 3, ചാപ്റ്റർ 3 തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക്. അപ്പോൾ 14 to എത്ര പേജാണോ അത് അങ്ങനെ കാണിക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ ബിബ്ലിയോഗ്രഫിക് അപ്പൻഡിക്സിന് നമ്മൾ ചാപ്റ്റർ എന്ന് കൊടുക്കൂല, പകരം ഇപ്പോൾ 6, 7 സീരിയൽ നമ്പർ മാത്രമേ ഇടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കണ്ടന്റ് പേജിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് സ്ട്രക്ചറും റോളും എങ്ങനെയാണെന്ന് നോക്കാം. ബികോമിൻ്റെ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ BBA എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ.